നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്ക് കുറച്ച് മനസമാധാനം താ. അതല്ലടാ, ഒരു സംശയം തികട്ടി വന്ന അത് ചോദിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല. എടാ, നിന്റെ അച്ഛനോട് ഞാൻ ഇങ്ങനെയായിരുന്നു. എന്നാ ഒരു സംശയം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ? ചോദിച്ചോ. സത്യത്തിൽ എന്റെ അച്ഛൻ എങ്ങനെയാ മരിച്ചേ? അത് നിനക്ക് അറിയത്തില്ലേ? ഞാനൊന്ന് കുഞ്ഞല്ലേ. ഓ, ഇതുപോലൊരു രാത്രി ഞങ്ങൾ രണ്ടുപേരും കൂടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചില സംശയങ്ങൾ ചോദിക്കും, അങ്ങേര് മറുപടി പറയും. വീണ്ടും ഞാനൊരു സംശയം ചോദിക്കും, അങ്ങേര് മറുപടി പറയും. അന്നേരം അങ്ങേർക്ക് പെട്ടെന്ന് ഗുമ്മൻ വന്നത്. ഗുമ്മനോ? ഗുമ്മനെ എടാ വായു. ഓ. എടാ, അങ്ങേരുടെ നെഞ്ചിനകത്തെ വായു വിലങ്ങി. ആളെ കൂട്ടി ആശുപത്രി കൊണ്ടുവന്നപ്പോഴല്ലേ അറിഞ്ഞത് അറ്റാക്കായിരുന്നു. എന്നെ ഇവിടെ കഷ്ടപ്പെടാൻ വിട്ടിട്ട് അങ്ങേര് സൂഹിക്കാൻ പോയി. എവിടെയാ? മലേഷ്യക്കോ? എന്റെ അമ്മേ, അച്ഛന്റെ ജീവനായി ഭൂമിന്ന് പോയത്. അങ്ങേര് സ്വർഗത്തിരുന്ന് സൂഹിക്കുവല്ലേ? ഇടയ്ക്കെങ്കിലും അങ്ങേര് താഴേക്കൊന്ന് നോക്കിയാ മതിയായിരുന്നു. അയ്യോ, നോക്കാതിരിക്കട്ടെ. നോക്കിയാലേ അച്ഛൻ മോളിന്ന് വലിയ പാറക്കഷ്ണം എടുത്തിട്ട് അമ്മയുടെ തലയിലോട്ടിടും. പോയി കിടന്ന് ഉറങ്ങമ്മേ. ഇന്നത്തേന് സന്തോഷിക്കാനുള്ള വക കിട്ടിയില്ല. ഇനി സംശയങ്ങളും കൊണ്ടേ എന്റെ നെഞ്ഞിനകത്തേക്കൂടെ ഗുമ്മം കയറ്റണ്ട. നീ എന്നതിനാണ് ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നേ? ചാരപ്പണിക്കാണോ? അയ്യോ, ഞാൻ നിക്കുന്നില്ലേ ചാരപ്പണി പോലും. നീ വാടി വേണേ, നമുക്ക് പോവാം. കൊള്ളസംഘം സ്വസ്ഥമായിട്ടിരുന്ന അടുത്ത പദ്ധതി ആലോചിക്കട്ടെ. നീ വാ. മോളെ, മോളിങ്ങനെ തളരരുത്. സുധിയുടെ മരണത്തിനു മുമ്പിൽ പിടിച്ചു നിന്നവളല്ലേ മോള്. ഇതൊരു ചെറിയ പ്രശ്നമല്ലേ? ആർക്കെ പത്രസമ്മേളനം നടത്താൻ പറ്റാത്തെ? ആർക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കാൻ പറ്റും. ഇതിപ്പോ സുനിത ഡോക്ടർ സ്വന്തം കുഴി തന്നെ തോണ്ടിയിരിക്കുക. ഇത്രയും കാലം ഉപ്പും ചോറും തന്ന ആശുപത്രിയെ ഇല്ലാ കഥകൾ പറഞ്ഞ് ചതിച്ച് അവരെ ഇനി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ജോലിക്കെടുക്കും. ഇനി സ്വന്തമായിട്ട് ആശുപത്രി തുടങ്ങിയാൽ തന്നെ പ്രാണഭയമുള്ള ആരെങ്കിലും അവിടെ ചികിത്സ തേടി പോവും. നാളെ നിരഞ്ജൻ ഡോക്ടറും ആശുപത്രിയും ഒരു വിശദീകരണക്കുറിപ്പ് ഇറക്കുന്നതോടെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവും. എല്ലാം കലങ്ങി തെളിയായിരിക്കും അല്ലേ അച്ഛാ? പിന്നെ അല്ലാതെ. അത്രയ്ക്ക് നന്മയുള്ള ആളാ നിരഞ്ജൻ ഡോക്ടർ. അദ്ദേഹത്തിനെതിരെയുള്ള ഒരു ചതിക്കും ദൈവം കൂട്ടു നിൽക്കത്തില്ല. ഇന്നും കരുതി വെച്ചത് നന്നായി. ഇതിനൊരു ഉപയോഗം വരുമെന്ന് ദൈവത്തിന് നേരത്തെ തോന്നിക്കാണും. മേഡം, മേഡം അങ്ങോട്ട് എത്ര രാവിലെ? മേഡം, സ്വാമി, അക്ഷരാണല്ലോ പോയത്? അതെ, അക്ഷര മേഡം തന്നെ പോയത്. എവിടേക്കാണെന്ന് പറഞ്ഞോ? ഇല്ല സാർ, ഞാൻ ചോദിച്ചതാ. ഒന്നും പറയാതൊരൊറ്റ പോക്ക്. എന്താ സർ? അല്ല, ആരോടൊന്നും പറയാതെ അക്ഷര കാറെടുത്ത് പുറത്തേക്ക് പോയി. സാർ എന്താ ഈ പറയുന്നത്? അവളെ തടയാറുന്നില്ലേ? ഞാൻ ഈ വയ്യാത്ത കാലും വെച്ച് നടന്നു വന്നപ്പോഴേക്കും അവൾ പുറത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു. എന്ത് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അക്ഷര. ഇപ്പോഴത്തെ ഈ പോക്കിൽ എന്തോ ഒരു അപകടം മണക്കുന്നുണ്ട്.
നിങ്ങളെ പൊന്നുമോളെ പോലെ ഫാഷൻ ഷോ എന്ന് പറഞ്ഞ് ഞാൻ ഗോവയ്ക്ക് മുങ്ങിയിട്ടില്ല. സിന്തറ്റിക് ഡ്രഗ്സിന്റെ പുകയിൽ ഗോവയിലെ ഹോം സ്റ്റേകളിൽ മയങ്ങിക്കിടന്നിട്ടില്ല. ഗോവയിലെ ജയിലിലെ അഴികൾ എണ്ണ എടുത്തിട്ടില്ല. ഹലോ മാഡം, നീന മാത്യു ആണ്, ഇൻസ്പയർ ഇവന്റ് മാനേജ്മെന്റിന്റെ. മനസ്സിലായി നീന, പറയൂ. ഓണാഘോഷത്തോടനുബന്ധിച്ചല്ലേ നമ്മുടെ ഫാഷൻ ഷോ? ഞാൻ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒന്നത്. ഒരു വർഷമായി ഞാൻ കാത്തിരുന്ന ഇവന്റ് അത്. നീനക്കറിയാലോ, കഴിഞ്ഞ വർഷം ഒരു യാത്ര കാരണം എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. അതിന്റെ തലേ വർഷങ്ങളിൽ കോവിഡും ലോക്ക്ഡൌണും. അല്ല മാഡം, ഞാൻ പറഞ്ഞു തീർത്തോട്ടെ നീന. നമ്മള് ബാംഗ്ലൂരും മുംബൈയിലും ചെന്നൈയിലും ഒക്കെ ഷോസ് ചെയ്തിട്ട് എന്താ? സ്വന്തം നാട്ടിലെ റാമ്പിൽ ഇറങ്ങുമ്പോഴല്ലേ നമുക്കൊരു അംഗീകാരം കിട്ടുക. മാഡം, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? മാഡത്തിന് ട്രാവൻകോ ഫാഷൻ ഷോയിൽ പങ്കെടുക്കാൻ കഴിയില്ല. അതെ മാഡം, സംഘാടക കമ്മിറ്റി മാഡത്തിന്റെ പേര് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മാഡത്തിന് അറിയാമല്ലോ, ദേ ഹാവ് സം റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. പിന്നെ കമ്മിറ്റിയുടെ കോഡ് ഓഫ് കോണ്ടാക്ട്. നിങ്ങളുടെ എന്ത് പെരുമാറ്റച്ചട്ടമാണ് ഞാൻ ലംഘിച്ചത്? മാഡത്തിന് അറിയാലോ, സുനിത മാഡം ഇന്നലെ നടത്തിയ പ്രസ് മീറ്റ്, അത് മാഡത്തിനുണ്ടാക്കിയ ഡാമേജ് ചെറുതൊന്നുമല്ല. മാഡത്തിന് തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. അത് ഹോസ്പിറ്റലിൽ നിന്ന് പിരിച്ചു വിട്ടതിന്റെ ചൊരിക്കിന് ഡോക്ടർ സുനിത നടത്തിയ ക്യാരക്ടർ അസാസിനേഷൻ, സ്വഭാവ ഹത്യ. ശരിയായിരിക്കാം, അവിടുത്തെ ഇന്റേണൽ പൊളിറ്റിക്സ് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. എനിവേ, മാഡം വേണ്ട എന്നാണ് ഇവന്റ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ തീരുമാനം. സുനിത ഡോക്ടറെ ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. മാഡത്തെ ഉൾപ്പെടുത്തിയാൽ പൊതുജനത്തെ കൂട്ടി വന്ന് അവർ പരിപാടി അലങ്കോലമാക്കുമെന്നാ പറഞ്ഞത്. അങ്ങനെയൊരു റിസ്ക് എടുക്കാൻ കമ്മിറ്റിക്ക് താല്പര്യമില്ല. സോറി മാഡം. ഇനി നീ സെക്കൻഡുകൾ എണ്ണി ഘടികാരത്തിലേക്ക് കണ്ണു നട്ടു നോക്കിയിരുന്നോ? നിന്റെ നല്ല സമയം തുടങ്ങുക. ഹലോ, നീ ഇത് എവിടെ അക്ഷരേ? രാവിലെ ആരോടൊന്നും പറയാതെ നീ ഇത് എവിടേക്കാ പോയത്? മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. എന്തിനാ പേടിക്കുന്നത്? ഞാൻ ആത്മഹത്യ ചെയ്യത്തൊന്നുമില്ല. നീ ഇത് എവിടെയാണെന്ന് പറയേ. ഞാൻ കോവളം ബൈപ്പാസിലൂടെ പോയിക്കൊണ്ടിരിക്കുക. അവിടെ എന്താ? അവളെ കാണാൻ. ആരെ? ഡോക്ടർ സുനിതയെ. ഇന്നലത്തെ പത്രസമ്മേളനത്തിന് അവളെ ഒന്ന് അഭിനന്ദിക്കണ്ടേ? നിനക്കിത് എന്തിന്റെ ഭ്രാന്താ? അത് മാത്രമല്ല, ഈ ഓണത്തിന് നടക്കുന്ന ട്രാവൻകൂർ ഫാഷൻ ഷോയിൽ നിന്ന് അവൾ എന്നെ ഒഴിവാക്കിച്ചു. അതെനിക്ക് ക്ഷമിക്കാനാവില്ല. അക്ഷര, ഓണം അടുത്ത വർഷമുണ്ട്. ഇപ്പൊ നിലവിലുള്ള പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ നോക്കാം. എന്തായാലും ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരാം. അക്ഷര, എന്താ നിരഞ്ജൻ? അക്ഷര ബൈപ്പാസിലേക്ക് പോയിരിക്കാൻ ഡോക്ടർ സുനിതയെ കാണാൻ.